പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ മറിയം മാലാഖായിൽ നിന്ന് കേട്ട ആദ്യത്തെ സന്ദേശം നിന്റെ ഇളയമ്മയായ എലീശ ഈ വാർദ്ധക്യത്തിൽ വന്ധ്യയായിരുന്നിട്ടും അവൾ ഗർഭം ധരിച്ചിരിക്കുന്നു, അവൾക്കിത് 6-ാം മാസമാണ് എന്ന വാർത്തയാണ്. ഇത് കേട്ട ഉടനെ മറിയത്തിൻ്റെ മനസ്സിൽ ഉയർകൊണ്ട വലിയൊരാഗ്രഹമായിരുന്നു തൻ്റെ ഇളയമ്മയെ ചെന്ന് കണ്ട് അവളെ ആശ്വസിപ്പിക്കുക, ശുശ്രൂഷിക്കുക എന്നത്. അതുകൊണ്ട് മറിയം ഉടൻ തന്നെ അങ്ങോട്ട് പോകുവാനുള്ള വലിയ ആഗ്രഹത്തിലായി. മാലാഖ രണ്ടാമതവളോട് പറഞ്ഞത്, ഇതാ നീ ഗർഭിണിയായിരിക്കുന്നത് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനെയാണ്, നീ അവന് യേശു എന്ന് പേരിടണം, അവൻ വലിയവനാണ് എന്നൊക്കെ പറഞ്ഞ് അവളുടെ വലിയ മഹനീയ സ്ഥാനം ദൈവം അംഗീകരിച്ചതിൻ്റെ ആ വലിയ സന്ദേശം മാലാഖ കൈമാറി. അപ്പോൾ അവൾക്ക് അതിലല്ലായിരുന്നു ശ്രദ്ധ. അവൾ ഒരു വലിയ ആളായിട്ട് ലോകത്തിലെ പ്രഥമ വനിതയായിട്ട് ഉയർത്തപ്പെട്ടിരിക്കുന്നു, ഏറ്റവും വലിയ അനുഗ്രഹം അവൾക്ക് ലഭിച്ചിരിക്കുന്നു, അവൾ ഇതാ ദൈവപുത്രൻ്റെ അമ്മയായിരിക്കുന്നു എന്നതൊക്കെ അവൾ വിസ്മരിച്ചുകൊണ്ട് തൻ്റെ വലിയ ആഗ്രഹം, ഇളയമ്മയെ ചെന്ന് കാണണം, അവളെ ശുശ്രൂഷിക്കണം, അവൾക്കെൻ്റെ ശുശ്രൂഷ ആവശ്യമുണ്ട് എന്നതായിരുന്നു മുൻപന്തിയിലേക്ക് ഓടി വന്നത്. അങ്ങനെ മറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എന്നാണ് ബൈബിൾ പറയുക. അവൾ യൂദയ മലമ്പ്രദേശത്തുള്ള തൻ്റെ ഇളയമ്മയുടെ അടുത്തേക്ക് ഓടി. നീണ്ട യാത്രയായിരുന്നു. അവൾ അവിടെ ഓടി ആ മുറ്റത്തെത്തിയപ്പോഴേ സ്നേഹനിർഭരമായൊരു വിളി, ഇളയമ്മേ. ഇളയമ്മ മുറിക്കകത്തായിരുന്നു. അവൾ സന്തോഷത്തോടു കൂടി ആ വിളി കേട്ടുകൊണ്ട് ഓടിയെത്തുകയാണ്. ആ വിളി അവളുടെ കർണപുടങ്ങളിൽ എത്തിയപ്പോഴേക്കും പരിശുദ്ധാത്മാവിനാൽ അവൾ നിറഞ്ഞു. ആത്മാവ് അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു, ദൈവപുത്രൻ്റെ അമ്മയാണ് എന്നെ കാണാൻ വന്നിരിക്കുന്നത്. അതിൽ സന്തോഷത്തോടു കൂടി അവൾ ഓടി വരികയാണ്. തൻ്റെ കൊച്ചുമകളെ കണ്ടപ്പോഴേ അവൾ കെട്ടിപ്പുണർന്ന് സന്തോഷത്തോടുകൂടി അവൾക്ക് ചുംബനങ്ങൾ അർപ്പിച്ചു. അങ്ങനെ അവരുടെ സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ടിരുന്നു. എന്നിട്ട് എലീശ പറയുകയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. നിന്റെ അഭിവാദനത്തിൻ്റെ സ്വരം എൻ്റെ കർണപുടങ്ങളിൽ എത്തിയപ്പോൾ എൻ്റെ ഉള്ളിലായിരിക്കുന്ന ശിശു സന്തോഷം കൊണ്ട് കുതിച്ചു ചാടി എന്ന്, അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവനായി എന്ന്. പ്രിയരെ, 2 വിശുദ്ധര് തങ്ങളിൽ കണ്ടുമുട്ടുന്ന രംഗമാണ് നാം അവിടെ കാണുന്നത്. അവരുടെ സന്തോഷത്തിൻ്റെ സുവർണ മുഹൂർത്തങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. പരിശുദ്ധ അമ്മ അവിടെ താമസിച്ച് 3 മാസത്തോളം അവൾക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു. അതെ, ഏറ്റവും എളിയ ശുശ്രൂഷകളാണ് അവൾ ചെയ്തു കൊടുത്തത്. എലീശയെ കുളിപ്പിക്കുക, ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുക, മുറ്റമടിക്കുക, വസ്ത്രം കഴുകി കൊടുക്കുക എന്ന് വേണ്ട എല്ലാം അവളുടെ ശുശ്രൂഷയിൽപ്പെട്ടു. സ്നാപയോഹന്നാൻ്റെ ജനനം കഴിഞ്ഞ് പേരിടിയിലും കഴിഞ്ഞിട്ടാണ് പരിശുദ്ധ അമ്മ തിരിച്ചു പോയത്. പ്രിയവരെ, പരിശുദ്ധ അമ്മ നമുക്ക് തരുന്ന പാഠം ഒരു വലിയ പാഠം തന്നെയാണ്. ഈ ശുശ്രൂഷയുടെ അവസാനം പരിശുദ്ധ അമ്മ
ഏലീശോയുമായിട്ട് ഒന്നിച്ചിരുന്നു കൊണ്ട് ഒരു സ്വസ്ത്രഗാനം ആലപിച്ചു. അവൾ പാടിയത് ഇങ്ങനെയാണ്: എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ലോകപ്രസിദ്ധമാണത്. ഒത്തിരി അനുഗ്രഹം നിറഞ്ഞതാണ് ഗാനം. അവളുടെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നുവെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. അവളുടെ ഏക ദൗത്യം കർത്താവിനെ മഹത്വപ്പെടുത്തുക എന്നതാണ്. അപ്പോൾ അവിടെ ഉയർകൊള്ളുന്നതായ വലിയ ആനന്ദമുണ്ട്. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്നതാണ് അവൾ പറഞ്ഞ ആ വലിയ സന്ദേശം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ശുശ്രൂഷിക്കുന്നവർക്കെല്ലാം ആനന്ദത്തിൻ്റെ അനുഗ്രഹം കിട്ടും. കാരണം നമ്മുടെ ജീവിതം സാഫല്യമാകുന്നത് ദൈവത്തെ നമ്മൾ എത്രമാത്രം അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു, ആദരിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, ദൈവത്തോടൊത്ത് വസിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. പ്രിയപ്പെട്ടവരെ, ആ ശുശ്രൂഷയുടെ അവസാനം പരിശുദ്ധി അമ്മ നമുക്കൊരു സന്ദേശം തരികയാണ്. എന്താണ് ശുശ്രൂഷ എന്ന് അമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആരെയാണ് നമ്മൾ ആദ്യമായിട്ട് കൂടുതലായിട്ട് ശുശ്രൂഷിക്കേണ്ടതെന്ന് അമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ്. നാം ഒന്ന് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ ശുശ്രൂഷ മേഖല എങ്ങനെയുള്ളതാണ്? ഞാൻ ശുശ്രൂഷിക്കാൻ കടമപ്പെട്ടിരിക്കുന്നവരോട് ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത്? എൻ്റെ ശുശ്രൂഷ കിട്ടുവാൻ ആഗ്രഹിക്കുന്നവരോട് ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത്? പ്രിയപ്പെട്ടവരെ, നമുക്ക് വലിയ കടപ്പാടുണ്ട് നമ്മുടെ മാതാപിതാക്കന്മാരോട്. അവർ നമ്മളെ വളർത്തി വലുതാക്കി നമുക്ക് ജോലിയൊക്കെ മേടിച്ച് തന്ന് നമ്മളെ വലിയവരാക്കി പ്രതിഷ്ഠിച്ചു. അതിനുവേണ്ടി അവർ സഹിച്ചതായ ത്യാഗവും കഷ്ടപ്പാടും എത്രമാത്രമാണ് എന്ന് നമുക്ക് ഊഹിക്കുവാനേ സാധിക്കൂ. അങ്ങനെയുള്ള ആ മാതാപിതാക്കൾ ഇന്ന് പ്രായമായി അവരിതാ ഒരു മൂലയിലേക്ക് ഒരുങ്ങിക്കൂടുകയാണ്. അവർക്ക് ശുശ്രൂഷ ലഭിക്കേണ്ട സമയമാണ് ഇപ്പോൾ. ഇതാ നമ്മൾ അവിടെ അകലങ്ങളിൽ നമ്മുടെ ജോലിയിൽ വ്യാപൃതനായി നമുക്ക് കിട്ടേണ്ടതായ വേതനം മേൽക്കുമേൽ വർദ്ധിപ്പിക്കാനായി നെട്ടോട്ടം ഓടിക്കൊണ്ട് പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ താമസിക്കുകയാണ്. മാതാപിതാക്കന്മാരുടെ കാര്യം നമ്മൾ വിസ്മരിക്കുകയാണ്. അവരെ ശുശ്രൂഷിക്കുവാനുള്ള ഉത്തരവാദിത്വത്തിൽ നമ്മൾ ഒഴിഞ്ഞു മാറുകയാണ്. ദൈവമേ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ശുശ്രൂഷ അനുഗ്രഹപ്രദമാണ്. ശുശ്രൂഷ എന്ന് പറയുന്നത് സ്നേഹമാണ് എന്ന് പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവം സ്നേഹമാണ് എന്ന് 1 യോഹന്നാൻ 3:8 നമ്മൾ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം സ്നേഹമാണെങ്കിൽ സ്നേഹത്തോടുകൂടി നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ ദൈവത്തിന് തന്നെ ചെയ്യുന്ന ശുശ്രൂഷയാണ്. അപ്പോൾ മാതാപിതാക്കന്മാരെ നമ്മൾ സ്നേഹത്തോടുകൂടി ശുശ്രൂഷിക്കുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഗ്രഹം, ദൈവം നമ്മുടെ മേൽ ചൊരിയുന്ന കൃപ വളരെ വലുതാണ്. അതുപോലെ തന്നെയാണ് പാവപ്പെട്ടവരും അഗതികളും അശരണരുമായവരെ ശുശ്രൂഷിക്കുക എന്ന നമ്മുടെ ദൗത്യം. നമുക്ക് പറ്റുന്നത് പോലെ അവരെയും നാം ശുശ്രൂഷിക്കേണ്ടതായിട്ടുണ്ടത്. ശുശ്രൂഷ വിനീതമായ ശുശ്രൂഷയായിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഈശോ വന്നത് വിനീത ഭാവത്തിലും രൂപത്തിലും സാദൃശ്യത്തിലുമാണ്. പ്രിയരെ, അങ്ങനെ ഇന്ന് നമുക്ക് പരിശുദ്ധി അമ്മ തരുന്നതായ ഈ വലിയ മാതൃക നമുക്ക് നമ്മുടെ ഹൃദയത്തിലേറ്റാം. നമ്മുടെ മാതാപിതാക്കന്മാരെ ശുശ്രൂഷിക്കുന്ന വലിയ ഉത്തരവാദിത്വം എപ്പോഴും നമ്മുടെ മുൻപന്തിയിൽ ചിന്തയിലുണ്ടാകട്ടെ. നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് നമുക്ക് അനുഗ്രഹം നേടാം, മാധ്യസ്ഥം അപേക്ഷിക്കാം. ഈ വലിയ ഉത്തരവാദിത്വം നിർവഹിക്കുവാനുള്ള ശക്തിയും കൃപയും കാഴ്ചപ്പാടും തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.